chance there. There'll be a single as Cummins comes off the boundary. So the sweep being played quite regularly now. ഹലോ ഹലോ സോറി, ഞാൻ എന്റെ വോളിയം ഒന്ന് കുറച്ചോട്ടെ. ഹലോ, പവി ഉണ്ടോ? പവി അവൻ കുളിക്കുകയാണല്ലോ. കുളിക്കുകയാണോ? എന്നാ ഒന്ന് വിളിക്കാവോ? കുളിക്കാണെങ്കിൽ വിളിക്കണ്ട കേട്ടോ. ആരാ? ബ്രദറാ? അല്ല, ഫാദറാ. അയ്യോ സോറി, ശബ്ദം കേട്ടപ്പോ മദറാണെന്ന് കരുതി. ആരാ വിളിക്കുന്നേ? ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാ മതി. വെറും ഫ്രണ്ടല്ല കേട്ടോ, ക്ലാസ്മേറ്റാ. ഞാൻ റോസ്. റോസ്? അങ്ങനെ ഒരു ക്ലാസ്മേറ്റിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. പറയില്ല, എല്ലാ സമയമാകുമ്പോ പറഞ്ഞോളാം എന്നാ പവി എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തു പറയാന്ന്? അയ്യോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞെന്ന് പവിയോട് പറയണ്ട കേട്ടോ, ഞാൻ പിന്നെ വിളിച്ചോളാം. സ്കോർ എന്തായി? ഗാംഗുലി ഔട്ടായ? നന്നായി, അവൻ ഇത്തിരി കൂടുതലാ. നിന്നെ ഇപ്പൊ ഒരു പെണ്ണ് വിളിച്ചിരുന്നു. പെണ്ണ? ഒരു റോസ്. അവൾ ഇവിടെ വിളിച്ചോ? നമ്പർ വല്ലതും തന്നാ? നമ്പരൊന്നും തന്നില്ല, പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞു. അവൾ എന്റെ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞ? നോണയാ, അങ്ങനെ ഒരു പെണ്ണ് എന്റെ കൂടെ പഠിച്ചിട്ടേ ഇല്ല. അല്ല, എന്റെ എല്ലാ ക്ലാസ്മേറ്റ്സിനും അച്ഛൻ അറിയാലേ? അറിയാം, പക്ഷെ ഞാൻ അറിയാത്ത വല്ല റോസും ഉണ്ടെങ്കിലോ? അച്ഛാ, ശബ്ദം കേട്ടിട്ട് നല്ല സ്വീറ്റാ, കണ്ടാലെങ്ങനെയാ? അച്ഛ, ഇത് ഏതോ ഒരു പെണ്ണ് എന്നെ കളിപ്പിക്കാൻ വേണ്ടി വിളിക്കാ. എന്നെ കടയിലും വിളിച്ചിരുന്നു. അപ്പൊ നിനക്ക് ഈ റോസിനെ അറിയേയില്ല? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇത് വലിയ കഷ്ടായല്ലോ. റോജാ മലരേ രാജകുമാരി. അച്ഛാ, അച്ഛൻ എന്തിനാ ഇപ്പൊ ഈ പാട്ട് പാടിയത്? ഈ റോജാ മലരേ രാജകുമാരി. എനിക്കൊരു പാട്ട് പാടാൻ തോന്നി, പാടി. എന്താ കുഴപ്പമുണ്ടോ? തമിഴില് റോജ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ റോസ് എന്നാ. മലയാളത്തിലല്ല, ഇംഗ്ലീഷില്. ഇംഗ്ലീഷ്. അച്ഛൻ ഇപ്പൊ ഈ പാട്ട് പാടിയതിനർത്ഥം ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായിട്ടില്ല. അച്ഛൻ അറിയാത്തൊരു ബന്ധം എനിക്ക് അവളുമായിട്ടുണ്ട് എന്നല്ലേ? എന്നാ കേട്ടോ, എന്റെ അമ്മയാണ് സത്യം. അവൾ എനിക്ക് അറിയില്ല. ഇനി അവള് വിളിക്കട്ടെ, കള്ളി, പേരും കള്ളി. റിമോട്ടിങ് തരാൻ. അതിന് ചൂടാവണം എന്തിന്? കാതൽ റോജാവേ. ഇനി റോജ എന്നുള്ള വാക്കി വീട്ടിൽ കേൾക്കരുത്. ഞാൻ രാജാ കയ്യ വെച്ചോ. രാജാന്നല്ലേ പറഞ്ഞു, റോജാന്നല്ലല്ലോ. ഒരു പാട്ട് പാടാൻ സ്വാതന്ത്ര്യമില്ലേ വീട്ടില്? ഞാൻ തന്നെ ഓടില്ല. താനീ ഫോട്ടോ നോക്ക്, എന്നിട്ട് പറ. ദേ ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ ശല്യപ്പെടുത്തില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാനില്ല. ആ ചെറുക്കൻ അറിഞ്ഞ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. ഒരു ആത്മാർത്ഥമുള്ള കൂട്ടുകാരനോട് ഇങ്ങനെയൊക്കെയുള്ള താനാ റെസ്റ്റോറന്റ് ഇരിക്കും. അവന്റെ കണ്ണ് പിടിച്ചാൽ വരാൻ പറ്റുമോ നോക്കട്ടെ. അതെ, താമസിക്കരുത്. കുട്ടി എങ്ങനെയുണ്ട് നോക്കിയേ. ഈ കലാപരിപാടി ഒരു ദിവസം ഞാൻ എന്റെ മുതലാളിയുടെ ശ്രദ്ധപ്പെടുത്തും. അന്ന് നിന്റെ വീട്ടിൽ ഞാൻ തീ വെക്കും. ഹലോ. താനാ? തന്നോട് ഞാൻ ഇനി സംസാരിക്കുന്ന പ്രശ്നമില്ല. താൻ എന്റെ ക്ലാസ്മേറ്റ് ആണെങ്കിൽ എന്നെയും എന്റെ അച്ഛനെ വിളിച്ച് തോന്നിയ പറയല്ല, നേരിട്ട് വരെ വേണ്ടത്. അയ്യോ, അപ്പൊ ഇന്നലെ രാത്രി ഞാൻ അച്ഛനെ വിളിച്ചത് തെറ്റായി പോയോ? സോറി പവി. എടി കള്ളി, പെരുങ്കള്ളി. നീ ആണാണെങ്കിൽ അല്ല പെണ്ണാണെങ്കിൽ മര്യാദയ്ക്ക് മുമ്പിലേക്ക് വാടി. നിന്റെ ആണപ്പല്ലേ ഞാൻ ഇളക്കി തരാം. ധൈര്യം ഉണ്ട് ഈ വാടി മുമ്പിലേക്ക്. അപ്പോ എന്നെ കാണാൻ വലിയ കൊതിയായി അല്ലേ? കൊതി നിന്റെ അപ്പൂപ്പന്റെ അപ്പനാടി. നേരിട്ട് വന്ന പൊളിയൂല നിന്റെ കള്ളക്കളി. ഡോർ ഡെലിവറി അക്കൗണ്ട്സ് ഇതുവരെ സാർ വെരിഫൈ ചെയ്തില്ല. ആരെ? സാർ ഇവിടെ. ഹലോ. എന്താന്നും മിണ്ടാത്തെ? ഇവിടെ കുറച്ച് തിരക്കാ. പിന്നെ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ, തനിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നിടത്ത് വരണം. വരുവോ? എവിടെ? വരുമോ ഇല്ലയോന്ന് പറ പ്ലീസ്.
നേരിട്ട് കാണാൻ ഞാനല്ലേ ആവശ്യപ്പെട്ടത്. എങ്കിൽ സുഭാഷ് പാർക്കിൽ ഒരര മണിക്കൂറിനുള്ളിൽ എത്തണം. എന്താ, സമ്മതിച്ചോ? ഏത് നരകത്തിലാണെങ്കിലും സമ്മതിച്ചടി പുല്ലേ. നീയൊന്നും ആണുങ്ങളുടെ കൈന്റെ ചൂടറിഞ്ഞിണ്ടാവില്ല. ഇന്നേനെ അറിയിച്ചാരടി കള്ളി പൂങ്കുയിലേ. ഇനി നിന്റെ ഒന്നും ഒരാവശ്യമില്ലടി. തന്റെ ജാഥ ഇപ്പോഴാണ് തെളിഞ്ഞത്. പവി വാണം ഇട്ടുപോലെ എങ്ങോട്ട് പോകുന്ന കണ്ടു. താനല്ലേ പറഞ്ഞേ എനിക്ക് വയസ്സായി, സൗന്ദര്യമില്ല, പെണ്ണ് കിട്ടില്ല എന്നൊക്കെ. ദേ നല്ല കിളി പോലത്തെ ഒരു സുന്ദരി പെണ്ണ് ഇന്ന് എന്റെ ചൂണ്ടയിൽ കൊത്തി. അപ്പൊ ഇതിനെ കാണാൻ പോണ്ടേ? ഈ വയസ്സിൽ തള്ളനെ തല്ലിക്കൊന്ന് വല്ല അച്ചാറുണ്ടാക്കി വിക്കടോ. ചലോ സുഭാഷ് പാർക്ക്, കമോൺ. യെസ് കമോൺ. ദാ ഇയാളെന്താ കൊറേ നേരമായിട്ട് റോസ് റോസ് വിളിച്ച് നടക്കണേ? മറ്റാണെന്നാ തോന്നണേ. റോസ് ഇത് കേസാ. റോസ് 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 കൊന്നത്തെങ്ങ് പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഹൈറ്റ് ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടോ. സൂക്ഷിച്ചൊക്കെ മുകളിൽ കൂടി ഹെലികോപ്റ്റർ ഒക്കെ പോകുന്ന തലയിലൊക്കെ ഒന്നിടിക്കും. നിങ്ങൾ ഇരട്ടകളാ? ഒന്ന് പോടാ കൊള്ളന്മാരോ വരും നേരം കൊടുക്കുമ്പോ. റോസ് റോസ് എന്താണോ? ഒന്നുമില്ല, എനിക്ക് അമ്മയും പെങ്ങളെ കൊള്ളതാ. നോ ടച്ച്. എക്സ്ക്യൂസ് മീ. യെസ്. റോസ് റോസൊക്കെ ആ സൈഡിലാണല്ലോ. എന്താ? റോസാപ്പൂവല്ലേ അന്വേഷിച്ചേ? അല്ല, ഞാൻ എന്റെ ക്ലാസ്മേറ്റിനെ നോക്കിയായിരുന്നു. നിങ്ങളാണോ എന്റെ ക്ലാസ്മേറ്റ് റോസ്? ക്ലാസ്മേറ്റിനെ കണ്ടറിഞ്ഞൂടെ? പുതിയ നമ്പർ ഇറക്കുക അല്ലേ? അല്ല, ആക്ച്വലി എന്താ അറിയോ, ഞാൻ ഈ ക്ലാസ്മേറ്റ്. വേഗം വിട്ടോ, ഇപ്പൊ എന്റെ ഹസ്ബൻഡ് വരും. താങ്ക് യു. യു വെൽക്കം. റോസ് 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 സംശയം തോന്നരുത് കേട്ടോ നടക്കുമ്പോ. ശരിക്കും റോസ് റോസ് ഡേ മറ്റാണോ? അതെ. ഇറങ്ങിയിട്ടുണ്ട്. എന്താടാ പട്ടി? ഈശ്വര, മറിയാമ. ചേച്ചിയുടെ അടുത്തേക്ക് പോവാല്ലേ? അന്ന് എനിക്കിങ്ങനെ മനസ്സിലായി. കയ്യിൽ പോയിരിക്കുന്നുണ്ട്, അറിഞ്ഞൂടെ? അതെ അതെ, കുഴിയിലേക്ക് കാലി നീക്കി. അതിനെന്താ ഞാൻ വന്നൂട്ടോ. അയ്യോ, പുറസ്ഥലത്ത് വെച്ച് ഉമ്മ കൊടുക്കുന്ന റാസ്കൽ. അവളല്ലാട്ടാ. ഓടിക്കോ, രക്ഷപ്പെട്ടോ.